أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة. صدق الله مولانا العظيم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഖുറത്തു സാദാത്ത് വന്യരായ തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചുവിടെത്തിയ മുഅ്മിനീങ്ങൾ, സഹോദരിമാർ, അല്ലാഹു നമ്മുടെ സംഗമം ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വന്യരായ തങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അനുസ്മരണ പ്രഭാഷണം നീട്ടുന്നില്ല. ഒരു മരണവാർത്ത സയ്യിദ് തറവാട്ടിലെ അഹ്ദൽ കുടുംബത്തിലെ അഗ്രഗണ്യരായ ആദൂർ പൂക്കുഞ്ഞിത്തങ്ങൾ, അവരുടെ മരുമകനും ജാമിയ സയ്യിദിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ കണ്ണവൻ തങ്ങളുടെ ജ്യേഷ്ഠം പുതിയാപ്പള സയ്യിദ് ഹനീഫ തങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. പാരത്രിക ലോകം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഒരു വർഷം കഴിഞ്ഞു സ്ലേപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് കടപ്പിലായിരുന്നു. അവിടുത്തെ മകൻ എൻ്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മരണം. അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്, നമ്മളൊക്കെ കൂറത്തങ്ങൾ എന്ന് വിളിക്കുന്ന തങ്ങളവറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തോന്നുന്നു പെട്ടെന്നായിപ്പോയി എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തോന്നൂല. ഫുജാഅത്തുൽ മൗതി തുഹ്ഫത്തുൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനീങ്ങൾക്കുള്ള സമ്മാനമാണ്. അവർക്ക് പിന്നെ എല്ലാ തയ്യാറെടുപ്പോടെ നിൽക്കുന്ന സമയത്ത് പോകൽ വളരെ സന്തോഷമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നായിപ്പോയി എന്നൊരു വിഷമം നമുക്കുണ്ട്. നേരത്തെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാം അള്ളാഹുവിൻ്റെ ഖദറാണ്. ആ ഖദർ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഖദറിലും ഖലായിലും പൊരുത്തപ്പെടുക എന്നല്ലാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അജിബത്തു ലിമൻ യുഅ്മിനു ബിൽ ഖദരി കൈഫ യഹ്സുനു. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിവെച്ചത് കാണാം. അജിബത്തു ലിമൻ യുഅ്മിനു ബിൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യരിൽ കാണുന്ന അത്ഭുതം. കൈഫ യഹ്സുനു, അവരെങ്ങനെ മുസീബത്ത് വരുമ്പോൾ ദുഃഖിതരാകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്നൊരു മനുഷ്യനിക്ക് എന്ത് വിഷമം വന്നാലും അതൊരു വിഷമല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഖദാ. വന്യരായ തങ്ങളെ ഹദ്റത്തിലേക്ക് തന്നെ പല പ്രയാസങ്ങളും പറഞ്ഞ് തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അള്ളാഹിൻ്റെ ഖദറിൽ വിശ്വാസമില്ലേ എന്നൊക്കെ. അപ്പോൾ ഖദറിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു മുസീബത്തും പ്രശ്നമേ അല്ല.
അതുകൊണ്ടാണല്ലോ ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആ ചരിത്രം ഇവിടെ പറയൽ വളരെ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വഫാത്തിന്റെ സമയത്ത് തങ്ങൾ പറഞ്ഞത്, ഇവിടുത്തെ മക്കൾ പറഞ്ഞത്, ഞാൻ ഗൗസുൽ ആദമിന്റെ ഹദ്റത്തിലേക്ക് പോകുന്നു എന്നാണ്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുതഅല്ലിമീങ്ങൾക്ക് ബഗ്ദാദിലെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയം അല്ലാഹുവിൻ്റെ ഖളാ ആണ്. ആ ഖളാഇനെ സംബന്ധിച്ച് ദർസ് നടത്തുന്ന സമയത്ത് പള്ളിയുടെ മേൽക്കൂരയിൽ നിന്ന് വലിയൊരു സർപ്പം, പാമ്പ്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഉച്ചി, ക്ലാസ്സിലെടുക്കുന്ന സദസ്സിലേക്ക് വീണു. ഇപ്പോൾ ഇവിടെ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പാമ്പ് വന്ന് മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾ കൂറത്തങ്ങളെ എത്ര സ്നേഹിക്കുന്നവരായാലും ഒന്ന് ഓടാണ്ടിരിക്കില്ല. മഹാനവർകളുടെ ദർസിലേക്ക് വലിയൊരു സർപ്പം വന്ന് വീണപ്പം മുതഅല്ലിമീങ്ങൾ ഓടി. ആ സർപ്പം ഗൗസുൽ ആദമിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് തങ്ങളെ ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കി, നേരെ കാലിന്റെ അടിഭാഗത്തേക്ക് വന്ന് കാലിലിങ്ങനെ ചുറ്റി അങ്ങ് ധരിച്ച വസ്ത്രത്തിന്റെ അകത്തങ്ങ് കേറി കഴുത്തിലൂടെ ഇങ്ങനെ പുറത്തു വന്ന് കഴുത്തിൽ ചുറ്റി തലയുടെ മുകളിൽ ജടവിടർത്തി ഇങ്ങനെ സർപ്പം നിന്നു. പറയാനെന്തൊരു രസം, കേൾക്കാനെന്തൊരു ചന്തം അല്ലേ? ഒരു സർപ്പം ശരീരത്തിൽ ഇങ്ങനെ കേറിയിട്ട് വിടവർത്തി തലയിൽ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. മുതഅല്ലിമീങ്ങളെല്ലാം ഓടി. മഹാനായ ഗൗസുൽ ആദം പതറിയില്ല. അങ്ങനെ കുറെ നേരം നിന്നു. മഹാനവർകൾ ക്ലാസ് അങ്ങ് തുടർന്നു. എല്ലാം അല്ലാഹുവിന്റെ ഖളാ ആണ്, എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ ഖളാ ആണ്. സർപ്പം കുറെ നേരം നിന്ന് ഇറങ്ങി പുറത്തുപോയി. അവിടെ നിന്ന് തലയിങ്ങനെ പൊക്കി എന്തോ ഗൗസുൽ ആദമിനോട് സംസാരിച്ചു. എന്നിട്ടത് തിരിച്ചുപോയി. ശിഷ്യന്മാര് തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല തങ്ങളെ, എന്താണ് ആ സർപ്പം സംസാരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞു, ആ പാമ്പ് സംസാരിച്ചത്, ഞാൻ ഇതുപോലെ 70-ലധികം വരുന്ന നിങ്ങളെപ്പോലത്തെ വലിയ വലിയ കുതുബീങ്ങളാകുന്ന മഹാന്മാരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും പാറക്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. ഈ സർപ്പത്തിന്റെ മുമ്പിൽ പതറാത്തൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ ഖളാഇനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖളാഇൽ എത്ര വിശ്വാസമുണ്ടെന്ന് പരിശോധിക്കാൻ വന്നതാ. പക്ഷേ എടുക്കുന്ന ഉസ്താദിന്റെ ഖളാഇന്റെ വിശ്വാസത്തിൽ ഒരു കുറവും ഇല്ല. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കണം. അതാണ് മഹാന്മാര് പറഞ്ഞത്, അജിബ്തു ലിമൻ യുഅ്മിനു ബിൽ ഖദ്രി കൈഫ യഹ്സുനു. അല്ലാഹുവിന്റെ ഖളാഇൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ദുഃഖിതരാകാൻ കഴിയും? പിന്നെന്താ വേണ്ടത്? ദുഃഖിക്കുകയല്ല, പ്രയാസപ്പെടുകയല്ല. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഒരു കൂട്ടം ജനങ്ങൾ വല്ല മുസീബത്തും നേരിട്ടാൽ ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അല്ലാഹുവിന്റെ പാപമോചനമുണ്ട്, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണെങ്കിലും വന്യരായ തങ്ങളെ സംബന്ധിച്ചത് വലിയ സന്തോഷമാണ്. ഇനി നിങ്ങൾ നോക്ക്, ജീവിതകാലത്ത് ഒരാൾ വലിയൊരു മുതലാളി, ആ മുതലാളിക്ക് യാദർശികമായി പെട്ടെന്ന് ഒരാള് കുറെ കാശിങ്ങനെ കൊടുക്കുന്നു. ഉള്ള മുതലാളിക്ക് പിന്നെയും കാശ് കൊടുത്താൽ അയാൾ വലിയ വീണ്ടും മുതലാളിയായി മാറുകയല്ലാണ്ട് ഒന്നും കുറഞ്ഞു പോകാനില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങൾ അമലിന്റെ വിഷയത്തിൽ വലിയ മുതലാളിയാണ്. അമലിന്റെ വിഷയത്തിൽ ഇത്രയും അമലി അടുത്ത കാലത്ത് ചെയ്തൊരു മഹാൻ. പരിശുദ്ധ ഖുർആൻ ഷാഫി ഇമാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഒരു മാസത്തിൽ 30 ഖത്തം തീർത്ത
28 ഖത്തം തീർത്തൊരു മഹാനെ നമ്മുടെ ഈ പരിസരത്ത് അടുത്ത കാലത്താണ് നമ്മൾ കേൾക്കുന്നത്. പോട്ടെ, അങ്ങനെ ജീവിതകാലത്ത് എത്ര അമൽ ചെയ്തു. എന്നാൽ അവിടുത്തെ 40ന്റെ ദിവസമാണ് ഇന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ 40 ദിവസക്കാലം വന്യരായ സയ്യിദ് സാദാത്ത് തങ്ങൾ അല്ലാഹു തആല ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ഇത്രയും സ്നേഹിച്ച ഒരാളില്ല. തങ്ങന്മാരുടെ കൂട്ടത്തിൽ നേരത്തെ ഒരാൾ പറഞ്ഞു, അത് വെറുതെ ഒരു വാക്കല്ല, അത് സത്യം തന്നെയാണ്. ആ തങ്ങളുടെ നേതൃത്വത്തിൽ 40 ദിവസം ഇവിടെ ഖത്തം നടന്നു. അതവിടെ ഇരിക്കട്ടെ. പരിസര നാടുകളിൽ ഞാൻ കുറെ അനുസ്മരണ പരിപാടിക്ക് പോയിട്ടുണ്ട്. ഈ 40 ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളും കോടികളുമാണ് അവിടത്തേക്ക് ദിക്റുകൾ ഹദിയ ചെയ്തത്. യാസീനിന്റെ എണ്ണങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ എണ്ണങ്ങൾ, ഖത്തമിന്റെ എണ്ണങ്ങൾ, കോടിക്കണക്കിന് ദിക്റിന്റെ എണ്ണങ്ങൾ ഓരോ മഹല്ലത്തിലും, നാട്ടിലും, വിദേശ രാജ്യങ്ങളിൽ, KCF-ന്റെ, ICF-ന്റെ, RSC-യുടെ, അതുപോലെ നമ്മുടെ കേരള കർണാടകയിൽ മുസ്ലിം ജമാഅത്തിന്റെ, SYS-ന്റെ, SSF-ന്റെ, അതുപോലെ നമ്മുടെ മദ്രസയിലെ പിഞ്ചു മക്കളടക്കം എത്ര കോടി ദിക്റുകളാണ് ഈ ഹളറത്തിലേക്ക് പോയത്. തങ്ങളെ ദറജ പിന്നെയും കൂടിയതാണ്. വഫാത്തിന്റെ ശേഷം പിന്നെയും ദറജ കൂടിയതാ. ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു മഹാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പവർ കൂടുകയാണ്, പവർ കുറയുകയല്ല. എന്താ കാരണം? പവർ കൂടാനുള്ള കാരണം എന്താണ്? ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവരെ ഖൽബ് റബ്ബുമായുള്ള കലക്ഷനിലാണെങ്കിലും നമ്മളൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പരിഹാരം പറയാൻ ഒരല്പമെങ്കിലും നമ്മളിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഖൽബ് മുഴുവനും റബ്ബുമായുള്ള കലക്ഷനിലാണ്. അതോടൊപ്പം അങ്ങേ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ വിഷമം പറയുമ്പോൾ പരിഹാരത്തിന് വേണ്ടി ഒരല്പം ശ്രദ്ധ അങ്ങോട്ട് തിരിക്കേണ്ടി വരും. വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതുണ്ടോ? മഹാന്മാരെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കിനി പേടിയില്ല, അവർക്കിനി ദുഃഖമില്ല, അവർക്കിനി വിഷമമില്ല. കാരണം ഏറ്റെടുക്കേണ്ടവൻ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു, എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി അവർക്ക് വിഷമമില്ല, ടെൻഷനില്ല, ബേജാറില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. പിന്നെയോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്നവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതകാലത്ത് ഊതിയ വെള്ളത്തിനേക്കാളും പവറാണ് ഈ കുണ്ടിവെച്ച കുപ്പിവെള്ളത്തിന്റെ പവർ എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. ഞാനിപ്പോ രേഖയിലേക്ക് കിടക്കുന്നില്ല. ആകയാൽ വഫാത്തിന്റെ ശേഷം അവിടുത്തെ പവർ കൂടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. വന്യരായ തങ്ങളെ പവർ എത്രയാ പറയേണ്ടത്? അതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തു അൽ കഹഫിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി മൂസ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി പോയ ചരിത്രം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അൽ കഹഫ് ഓതുന്നവരാ. ആ ചരിത്രത്തിൽ ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാം പോയപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് യോജിക്കാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത 2-3 വിഷയങ്ങൾ അവിടെ നടന്നു. ഒന്ന്, കപ്പലിന്റെ പലക പൊളിച്ചു, ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു. മൂന്നാമത് അന്താഖിയ നാട്ടിലെ വീഴാനായ ഒരു മതില്, ആ മതിലിനെ കൈകൊണ്ട് ശരിപ്പെടുത്തി കൊടുത്തു. ഈ 3നും എതിരെ മൂസാ നബി അലൈഹിസ്സലാം ശബ്ദിച്ചപ്പോൾ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക്. ഇനി നമ്മൾ പറ്റൂല, നമ്മൾ തമ്മിൽ വിട്ടുപിരിയ. പക്ഷേ വിട്ടുപിരിയുമ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടായ പ്രവർത്തനത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണ മൂസാ നബിന്റെ മനസ്സിലുണ്ട്. തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കൽ ഗുരുവര്യരുടെ ബാധ്യതയാണ്. ആ തെറ്റിദ്ധാരണയെ ഈ ദിവസങ്ങളെല്ലാം ഗുരുവായി നടന്ന ഖദർ നബി അലൈഹിസ്സലാം തീർത്തു കൊടുക്കുമ്പോ അവിടെ അൽ കഹഫ് സൂറത്തിൽ കാണാം, അമ്മൽ ജിദാറു ഫകാന ലിഉലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. ആ അന്താഖിയ നാട്ടിലേക്ക് പോയി വിശന്ന അവശരായ മൂസ നബി അലൈഹിസ്സലാമും ഖദർ നബി അലൈഹിസ്സലാമും ആ നാട്ടുകാരോട് വെള്ളം ചോദിച്ചപ്പോ, ഭക്ഷണം കൊടുത്തപ്പോ സൽക്കരിക്കാത്ത
ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഏകദേശം 70 മുഴം ഉയരമില്ല, അതിനേക്കാൾ അപ്പുറം ഉയരമുള്ള വലിയൊരു മതിലിങ്ങനെ വീഴാറായി കിടക്കുകയാ. ഖദർ നബി അലൈഹിസ്സലാം കൈകൊണ്ട് മതിലൊന്ന് തട്ടി ശരിപ്പെടുത്തിയപ്പോ മൂസ നബി ചോദിച്ചു, ഇതെന്തൊരു പണിയാണ്? ഭക്ഷണം തരാത്ത, വെള്ളം തരാത്ത, സൽക്കരിക്കാത്ത ഈ നാട്ടുകാരുടെ മതിൽ ശരിപ്പെടുത്തുകയാണോ? അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ നബി പറഞ്ഞു, അമ്മൽ ജിദാറു, നേരത്തെ അന്താഖിയ നാട്ടിൽ ഞാൻ ശരിപ്പെടുത്തിയ മതിലില്ലേ, ഫകാന ലിഗുലാമൈനി യതീമൈൻ, അത് യതീമായ 2 മക്കളുടെ മതിലാണ്. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, അതിന്റെ അടിഭാഗത്ത് 2 യതീമക്കൾക്കുള്ള നിധികൾ ഉണ്ട്. ആ നിധികൾ സൂക്ഷിച്ചത് അവരുടെ പിതാക്കന്മാരാണ്. വകാന അബൂഹുമാ സ്വാലിഹാ, അവരുടെ പിതാക്കന്മാർ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞു, വമ്മാ സലാഹുൽ ആബാ, പിതാക്കന്മാർ സ്വാലിഹാകുക എന്ന് പറയുന്ന വിഷയം അത് മക്കളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കേട്ടോ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങളുടെ മകനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങളുടെ കാലശേഷം ഉണ്ടായ ഒരു വിദ്അത്ത് പുത്തൻവാദിയാണല്ലോ ഖവാരിജ് എന്ന് പറയുന്നത്. ആ ഖവാരിജുമായി ഹസൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖവാരിജുകൾ ഹസൻ റളിയല്ലാഹു അൻഹു ഓവർടേക്ക് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മനുഷ്യ, ആ 2 യതീമക്കളുടെ സമ്പത്തിനെ അല്ലാഹു തആല സംരക്ഷിച്ചില്ലേ? ആ ഖദർ നബി അലൈഹിസ്സലാം അതിൽ ശരിപ്പെടുത്തി നന്നാക്കി കൊടുത്തില്ലേ? കൊടുത്തു. ആ മുതൽ ആരുടെ മുതലാണ്? അത് 2 യതീമക്കളുടെ മുതലാണ്. ഖദർ നബി ശരിപ്പെടുത്തി കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ യതീമക്കളുടെ പിതാക്കന്മാർ സ്വാലിഹീങ്ങളായതുകൊണ്ട്. അപ്പോഴാണ് ഇത് പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖവാരിജുകളെ, എന്നോട് മുണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞാൻ ആരാണെന്നറിയോ? എന്റെ ബാപ്പ അലി ഇബ്നു അബീ താലിബ് തങ്ങളാണ്, സ്വാലിഹീങ്ങളുടെ നേതാവാൻ. എന്റെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവാൻ. അപ്പൊ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ് ഞാൻ. നിങ്ങൾക്ക് തറവാടില്ലാത്ത നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ അധികാരമില്ല, പോടാ ഇവിടുന്ന്. ഹസൻ റളിയല്ലാഹു അൻഹു ഓടിച്ച ചരിത്രം തഫ്സീരിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതായി കാണാം. ഞാൻ എന്തിനാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ മഹത്വം പറയുമ്പോ, പിതാക്കന്മാര് സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോ താജുൽ ഉലമനെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, അവിടുത്തെ ഉമ്മാനെ കുറിച്ചും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ വലിയ അഗ്രഗണ്യരായ ഉലമാഇന്റെ കിരീടമായ താജുൽ ഉലമ, ആ താജുൽ ഉലമയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. പിന്നെ വേറൊരു മഹത്വം പറയേണ്ടതില്ല, ഒരു മഹത്വം ഇനി പറയേണ്ടതില്ല. താജുൽ ഉലമയുടെ മകനാണ്. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. പിന്നെയോ സയ്യിദിന്റെ മഹത്വം പറയേണ്ടതില്ല. കഴിഞ്ഞ ഇവിടെ 7ന്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതാ, ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, സയ്യിദാണ്, അതിന് പുറമെ ആലിമാണ്. ആരുടെ ശിഷ്യനാ? ബാപ്പന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. 1960 ജനിച്ച് 88 ബഹുമാനപ്പെട്ട കൂറത്തു തങ്ങള് ഉള്ളാളത്ത് വെച്ച് മദനി പാസ്സാകുന്നു. മദനിയായ തങ്ങളാണ്. താജുൽ ഉലമയിൽ സനദ് വാങ്ങിയ മകനാണ്. ഉപ്പയാണ്, ഗുരുവര്യരാണ്, ശൈഖാണ്, എല്ലാം താജുൽ ഉലമയാണ്. ആ താജുൽ ഉലമയുടെ ശിക്ഷണത്തിൽ വളർന്ന ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് മുദർരിസ് ആണെന്നാണോ? 3 വർഷക്കാലം താജുൽ ഉലമന്റെ കൂടെ ഉള്ളാളത്ത് വെച്ച് ദർസ് നടത്തുകയാണ്. 1991 താജ് ചില രോഗത്തിന്റെ കാരണം, അവിടുത്തെ കയ്യിലേക്ക് പിടിപ്പെട്ട ചില രോഗത്തിന്റെ കാരണം 91 മഹാനായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ബഗ്ദാദിലേക്ക് കൊണ്ടുപോകുകയാണ്. ബഗ്ദാദിൽ കൊണ്ടുപോയി ഗൗസുൽ ആലമിന്റെ ഹദ്റത്തിൽ തന്റെ മകനെ ശൈഖായ ബാപ്പയായ എല്ലാമായ താജുൽ ഉലമ ഗൗസുൽ ആലമിനിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെ വെച്ച് ഗൗസുൽ ആലമിനെ തവസ്സുലാക്കി ദുആ ചെയ്ത് പിരിയുമ്പോ അവിടുത്തെ കയ്യിൽ പിടിപ്പെട്ട രോഗം ബഗ്ദാദിന്റെ ഹദ്റത്തിൽ വെച്ച് അത് മാറിപ്പോയി. നിങ്ങൾ നോക്ക്, ആ ചെറുപ്പത്തിലുണ്ടായ രോഗം മാറിപ്പോയി. ഗൗസുൽ ആലമും ബഹുമാനപ്പെട്ട കൂറത്തങ്ങളും ആ നിലക്കുള്ള ഒരു ബന്ധം, ആ ബന്ധമല്ലേ മരിക്കുന്ന സമയത്ത് മൂത്തമകൻ തങ്ങൾ പറഞ്ഞില്ലേ, ബാപ്പ മരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഗൗസുൽ ആലമിന്റെ ഹദ്റത്തിലേക്ക് പോകുകയാണ് എന്ന്. ഏതാ ബന്ധം? ബാപ്പ
91 കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ 31ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ഗൗസുൽ ആദമിന് പരിചയപ്പെടുത്തി കൊടുത്ത ആ മകനും ഗൗസുൽ ആദം തമ്മിലുള്ള ബന്ധം, ആ ഒരു സ്നേഹത്തിന്റെ കാരണം കൊണ്ട് തന്നെ വഫാത്തിന്റെ സമയത്ത് പറയുന്നു, ഞാൻ ഗൗസുൽ ആദമിന്റെ ഹദ്റത്തിലേക്ക് പോകുകയാണ്. അതിനെ പലവരും യൂട്യൂബിൽ ഇങ്ങനെ ട്രോളുന്നത് കണ്ടു, പല സ്ഥലത്തും മറുപടി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആകയാൽ അങ്ങനെ വലിയ പദവിയിലെത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഇനി അവിടുത്തെ ഇബാദത്തോ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരാളുടെ അനുസ്മരണം നടത്തുന്നത് എന്തിനാ? ലിൽ ഹസ്സി അല തആ. അവിടെ കൂടിയ ജനങ്ങൾക്ക് അവിടെ അനുസ്മരണം നടത്തുമ്പോ അവിടെ കൂടിയ ജനങ്ങൾക്ക് അത് ത്വാഅത്തിന് പ്രചോദനമാകണം, ഇബാദത്തിന് പ്രചോദനമാകണം. അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കൂടിയ ജനതക്ക് അങ്ങേ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾക്ക് അത് ഇബാദത്തിന് പ്രേരണയാകണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ജീവിതം നിങ്ങൾ ഒപ്പിയെടുക്കണം. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇവിടെ ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ചെയ്യുണ്ട്, ഇവിടെ കൂടെ ഉണ്ടായ ലത്തീഫ് ഉസ്താദും ഇല്യാസ് ഉസ്താദും ഒക്കെ കൂടെ നടന്നവരാ. അവരൊക്കെ ഇവിടെ സരസ്സിലും വേദിയിലുമായിട്ടുണ്ട്. പറയുന്നതിന് പേടിക്കേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കണം. ആരായിരുന്നു കൂറത്തങ്ങള്? താജുൽ ഉലമയുടെ മകനാണ്. ഇനിയോ മദനി പാസായ പണ്ഡിതനാണ്. അതിന് പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ്. അതിന് പുറമെ ജാമിയ സയ്യിദിയുടെ സെക്രട്ടറിയാണ്. അതിന് പുറമെ 200ഓളം വരുന്ന മഹല്ലിന്റെ ഖാദിയാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ട് മാറി. ഒന്നും കൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ആരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ്. താജുൽ ഉലമയുടെ മകനാണ്. ജാമിയ സയ്യിദിന്റെ സെക്രട്ടറിയാണ്. നിരവധി മഹല്ലിന്റെ പ്രസിഡന്റാണ്. 200ലധികം വരുന്ന മഹല്ലിന്റെ ഖാദിയാണ്. കൂറത്തെ ചെറിയ പള്ളിന്റെ ഖത്തീബാണ്. അത് പറയാൻ മടിക്കരുത്, ചെറിയ പള്ളിന്റെ ഖത്തീബാണ്. ഇത്രയെല്ലാം മഹല്ലിലെ ഖാദിയും സമസ്ത കേന്ദ്ര മുശാവറ അംഗവുമായിട്ട് പോലും തിങ്കളാഴ്ച വഫാത്താകുമ്പോൾ ഞായറാഴ്ച ദുഹറിന് ഈ കൂറത്തെ പള്ളിയിൽ ഖത്തീബായി ഇമാമത്ത് നിന്നത് തങ്ങളാണ്. അവിടെ മുദരിസമാരില്ലേ, ഫാദിലി ഉസ്താദില്ലേ, ലത്തീഫ് ഉസ്താദില്ലേ, ഇലിയാസ് ഉസ്താദില്ലേ, മറ്റു ഹിമമി ഉസ്താദില്ലേ? ഒന്നിങ്ങനെ കാണിച്ചാ പോരെ, അവര് നിൽക്കൂലേ? തങ്ങൾ അതാ ഡ്യൂട്ടി നിർവഹിക്കുന്നു. എന്നാലോ ഈ ചെറിയ 50ന്റെയും 60ന്റെയും ഇടയിൽ വീടുള്ള ഈ ചെറിയത്തൊരു മഹല്ലില് ഇത്രയും വലിയ സ്ഥാനത്തുള്ള ഞാനെങ്ങനെ ഇമാമായി നിൽക്ക? അത് ഖൽബിനില്ല. അങ്ങനെ ഒരു കിബറില്ല, അങ്ങനെ ഒരു അഹങ്കാരമില്ല. ഞാൻ വലിയവനാണെന്നൊരു തോന്നലില്ല. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട തങ്ങള് ഇത്ര വലിയ നേതൃത്വമായിട്ട് ഒരു ജാടയില്ല. ചിലപ്പോൾ ഇസ്ത്രി ഇട്ടാലിട്ടു ഇല്ലെങ്കിൽ ഇല്ല. ചിലപ്പോ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോ കന്തൂറ ധരിച്ചാതിരിക്കും, ചിലപ്പോ ഇല്ല. എന്നാൽ തന്നെ ഇസ്ത്രി ഇട്ടിട്ടുണ്ടാവൂല. ഒരു മുറുക്കി കെട്ടിയൊരു തലയെകെട്ട്. ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട പൂരത്തങ്ങളും ഞാനും നമ്മളെ ഷാക്കിറാജിയൊക്കെ ഞങ്ങൾ ബഹ്റൈനിൽ പോയിട്ടുണ്ട്. അന്ന് ബഹ്റൈനിൽ ഒരു പരിപാടിക്ക് തങ്ങളെ സ്റ്റേജിൽ കൊണ്ടുപോകുമ്പോ ഒരു കറുത്ത കോട്ട് KCF-ന്റെ പ്രവർത്തകർ കൊണ്ടുവന്ന് തങ്ങളെ ഈ കോട്ട് ധരിക്കണമെന്ന് പറയുമ്പോ കൂറത്തങ്ങൾക്ക് ഇത്ര മതി, ഈ നാട്ടിൽ വലിയ ജാടൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾക്ക് വേണ്ടി തുന്നിച്ച കോട്ട് പോലും ധരിച്ചാതെ ഞങ്ങൾ കണ്ടതാ. സുഹൃത്തുക്കളെ, ഒരു ജാടയില്ല, വലിയൊരു ഷാലില്ല. നമുക്കൊക്കെ സുബ്ഹാനല്ലാഹ് ദർസിൽ പഠിക്കുമ്പോ കഴുത്തിൽ ഷാലാണ്. ഷാലിന്റെ നീളം 10 മീറ്ററാണ്. എന്നാലോ തങ്ങൾക്കൊരു ഷാലില്ല, ഒരു കറുത്ത കോട്ടില്ല, ജാടയില്ല, ഒരു ബാലുമുണ്ടാസില്ല, ഒരു വക്കാറില്ല, ഒന്നുമില്ലാത്ത വിവന്യരായ സയ്യിദ് അവറുകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സ് ശുദ്ധമാണ്, മനസ്സിൽ അഹങ്കാരമില്ല. ഇനിയോ ഒരു തങ്ങൾ വലുതായി പോയാലോ തങ്ങൾക്കതിൽ അസൂയുണ്ടോ? ഇല്ല. അപ്പുറത്തെ വന്നൊരു തങ്ങൾ വലിയൊരു സലാത്ത് തുടങ്ങി, എന്നാൽ ഇപ്പുറത്തെ വലുതാക്കണമെന്ന് ചിന്തയുണ്ടോ? നിങ്ങൾ നോക്ക്, എവിടെങ്കിലും ഒരു സയ്യിദിന്റെ ഹദ്റത്തിൽ പോയാൽ ആരെയും കുറ്റപ്പെടുത്തുക, അങ്ങനെ ആരും വിചാരിക്കണ്ട. ചിലപ്പോഴൊക്കെ രോഗം പറഞ്ഞൊരു സയ്യിദിന്റെ ഹദ്റത്തിൽ പോയാൽ ചിലപ്പോഴൊക്കെ സയ്യിദ് പറഞ്ഞേക്കാം, നിങ്ങളെ രോഗം മാറണമെങ്കിൽ നിങ്ങളൊരു 3 സ്വലാത്തിന് വരണം, ഒരു 5 സലാത്തിന് വരണം, ഒരു 7 സലാത്തിന് പറഞ്ഞേക്കാം. അവരെ രോഗം കണ്ടിട്ട് അങ്ങനെ സയ്യിദുമാര് പറയുന്നുണ്ടാകും. എന്നാ കൂറത്തേക്ക് വന്നാലോ മഗ്രിബ് കഴിഞ്ഞ് സലാത്താൻ, മഗ്രിബിന് തൊട്ട്
തൊട്ട് മുമ്പ് എവിടെന്നെങ്കിലും തങ്ങളെ കാണാമെന്നാ പറയും, പെട്ടെന്ന് പോയിക്കോ, നാട്ടിലേക്ക് എത്തല്ലേ, സലാത്തിന് കൂടിയാ ബസ് കിട്ടൂല എന്ന് പറയും. എന്നിട്ടോ ഇത്ര സലാത്തിന് ഇവരൊന്നും പറയില്ല, ഇവിടെ ഇരിക്കണം പറയില്ല, ഈ വെള്ളം കുടിച്ചോ യാസീൻ ഓദിക്കോ, ഇത്രയോ തങ്ങൾക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, ഒരു കുറെ ആൾക്കാർ വേണമെന്ന് തങ്ങൾക്കില്ല. എവിടെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ച് എത്തിയാൽ സ്റ്റേജിൽ കയറും. ആരെങ്കിലും സദസ്സിലുണ്ടോ? ആളെത്തിയില്ലേ? തങ്ങൾക്കതൊന്നും വിഷയമല്ല. ആളെത്തിയോ ഇല്ലേ, തങ്ങൾ പരിപാടി തുടങ്ങും. കാരണം തങ്ങൾക്ക് ഇനിയും വേറെ പരിപാടിക്ക് പോകാനുണ്ട്. ഇങ്ങനെ ജാടയില്ലാതെ, വലിയവാണെന്ന ചിന്തയില്ലാതെ, മനസ്സിൽ അസൂയയില്ലാതെ, നല്ല കറകളഞ്ഞ ശുദ്ധമായൊരു മനസ്സ്, ആ മനസ്സ് ഞങ്ങൾക്കും നീ തരണം റഹ്മാനേ. വന്യരായ കൂറത്തങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ആ ഒരു ജീവിതം നീ നൽകണേ റഹ്മാനേ. യാതൊരു ചാടയും സ്ഥാനമോഹങ്ങളും ഒന്നുമില്ലാത്ത തങ്ങള് ഇനി ഇബാദത്തിന്റെ വിഷയത്തിലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയൊന്നറിയില്ല. ഞാൻ ഓർത്തുപോകുകയാണ്, ഈ കൂറത്തെ ചെറിയ പള്ളി 30 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ബാപ്പ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ആ പള്ളിയുടെ കോലായിലിരുന്നിട്ട് ഒരു കള്ളി മുണ്ടുകൊടുത്തിട്ട് ഒരു ബനിയാനിട്ടിട്ട് ഒരു ചെറിയ തൊപ്പിയും വെച്ചിട്ട് ഒരു 10-10:30 മണി സമയത്ത് തങ്ങൾ പഴയ പള്ളിന്റെ കോലായിൽ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓതാൻ തുടങ്ങിയ ഖുർആൻ എത്രയാ ഓതിയത്, സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് മുമ്പ് അബുദാബിയിൽ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ കൂടെ ഞങ്ങളുണ്ട്, തങ്ങളെ മകനുണ്ട്, നേരത്തെ എഞ്ചിനീയർ നമ്മളെ കൂടെ ഉണ്ട്, തങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ അബുദാബിയിൽ ഉണ്ടാകുമ്പോൾ അന്ന് റമദാനിന്റെ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ ഇക്കഴിഞ്ഞ റമദാനിന്റെ ഒരു ദിവസം മുമ്പ് അബുദാബിയിലെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞു, മക്കളെ ഖുർആൻ ഓതണം, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണം, നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ട് അത് ശ്രമിച്ചാൽ കഴിയും. ഞാൻ എന്റെ ഫഖ്ർ പറയല്ല, ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ 28 ഖത്തം തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പോലെ എനിക്ക് സംസാരിക്കാൻ അദബും ഗുരുത്വം ഇല്ലല്ലോ. പിന്നെ ഒന്നിച്ച് പോകുന്ന സമയത്ത് ഞാനൊരു അന്ന് തന്നെ അല്ലെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, 28 തങ്ങളെ ഇപ്രാവശ്യം നോമ്പ് 29 ആയിരുന്നില്ലേ, പിന്നെന്തോ ഒന്ന് കുറഞ്ഞോയത് എന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണം, നിങ്ങള് റമദാൻ 17-ന് കൂറത്ത് ബദരീങ്ങളെ ആണ്ടാൻ. ആ ബദരീങ്ങളെ ആണ്ടിന്റെ ദിവസം കുറെ ആൾക്കാർ വരും, മന്ത്രിക്കാനൊക്കെ വരും, നേർച്ചയായിട്ട് വരും. അന്ന് എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു ഖത്തം കുറഞ്ഞു പോയതാണ്. സുഹൃത്തുക്കളെ, 29 ഖത്തം തീർക്കേണ്ട 29 നോമ്പില് റമദാൻ 17-ന്റെ ഒരു ദിവസം ഖത്തം കുറഞ്ഞുപോയി. എന്തുകൊണ്ടാണ് എനിക്ക് ഓതാൻ കഴിഞ്ഞില്ല? അത് നമ്മളെ ശല്യം കൊണ്ടാ ഓതാൻ കഴിയാത്തത്. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് 29 ഖത്തം ഓതിയ ഒരു തങ്ങള് എന്ന് നോക്കൂ നിങ്ങൾ. പലപ്പോഴും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൂറത്തെ ചെറിയ പള്ളിയിൽ വെച്ചിട്ട് ഞാൻ അസ്മാഉൽ ബദർ ബദരിയത്തിന്റെ റിയാള വീട്ടിട്ടുണ്ട്. ഒന്നല്ല 70-ലധികം റിയാള കൂറത്തെ പള്ളിയിൽ ഞാൻ എന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വീട്ടിട്ടുണ്ട്. റിയാള വിട്ടാന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാള വിട്ടാന്ന് പറഞ്ഞാൽ അസ്മാഉൽ ബദറിനെ അവിടുത്തെ ഷെയ്ഖ് ആരാണോ റിയാള വിട്ടാൻ വേണ്ടി കൊടുത്തത്, ആ ഷെയ്ഖിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ബദരിയത്ത് ചൊല്ലി തീർക്കലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു പേര് 313 പ്രാവശ്യം. അങ്ങനെ 313 പേര്, ഓരോന്നും 313 പ്രാവശ്യം. ഷെയ്ഖിന്റെ നിർദ്ദേശം എങ്ങനെയെന്നറിയില്ല. ചിലപ്പോൾ ഷെയ്ഖ് നിർദ്ദേശിക്കും, ഇത് ചൊല്ലി തീർക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതൊക്കെ റിയാള വിട്ടാൻ വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങളാ. അതൊക്കെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഇരിക്കട്ടെ, എങ്ങനെ ഏത് നിർദ്ദേശം എന്ന് എനിക്കറിയില്ല. 70-ലധികം പ്രാവശ്യം ബദരിയത്തിന്റെ റിയാള വിട്ടിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്നാന്റെ റിയാള വിട്ടിട്ടുണ്ട്. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങളും ബദർ മൗലൂദും ബദരിയത്തും അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദും ദലായിലുൽ ഖൈറാത്തും ഇങ്ങനെ ചൊല്ലേണ്ടത് മുഴുവനും ചൊല്ലി അവിടുത്തെ പാപ്പ കാണിച്ച ആ വഴി മുറുകെ പിടിച്ചുകൊണ്ട്, സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട്, ഞാൻ പഠിച്ച ഹക്ക് ആരുടെ മുമ്പിലും തുറന്നു പറഞ്ഞ്, അതൊരു മുതലാളിയെന്നോ അതൊരു തൊഴിലാളിയെന്നോ അതൊരു സ്ഥാനമുള്ള ആളാണെന്നോ ഒരാളെയും മുഖം നോക്കാതെ പറയേണ്ടതുപോലെ ഹക്ക് തുറന്നു പറഞ്ഞ്, ഒരാളെയും പേടിക്കാതെ വളരെ ധൈര്യത്തോടെ ജീവിച്ച സയ്യിദ് അവറുകൾ. ഇനി നിങ്ങൾ നോക്കൂ, രോഗം എത്ര വലുതായാലും ഡോക്ടർമാർ ഇപ്പോൾ അതാ ഓക്സിജൻ വെച്ചിട്ടാണ് കൂറത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്സിജൻ ഊരിയാൽ മയ്യത്താണെന്ന് പറഞ്ഞ മയ്യത്ത് പോലെ ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗികളെ തങ്ങൾക്ക് എന്തൊരു ധൈര്യം, എന്തൊരു തവക്കുല്, എന്തൊരു ധൈര്യമാ തങ്ങൾ. അതാ ആംബുലൻസിനകത്തേക്ക് നോക്കിയിട്ട് 3 ഊത്തൂതിയിട്ട് ഈ ഓക്സിജൻ വെച്ച വയറ് വലിച്ചെറിഞ്ഞിട്ട് 41 സിയാസിരോധിക്കുമെന്ന് പറഞ്ഞ് മയ്യത്തിനെ പോലെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ഒരാളെ ഇന്ന് കല്യാണം കഴിച്ച് 3 മക്കളുണ്ട്. ചെറുപ്പക്കാരൻ ഗൾഫിലാണ്. ഞാൻ കറാമ
കറാമത്ത് പറയൂല, കാരണം തങ്ങളിനോട് കറാമത്ത് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പറയില്ല. ഇപ്രാവശ്യം അബുദാബിയിൽ ഉണ്ടാകുമ്പോൾ ദുബായിലെ പരിപാടിയിലൊക്കെ എന്നോട് പറഞ്ഞു, മസാരി എന്റെ കറാമത്ത് പറയാൻ പാടില്ല, ഞാൻ ഇതുവരെ അനുസ്മരണ പരിപാടിയിൽ കറാമത്ത് പറഞ്ഞിട്ടുമില്ല, ഇനി പറയുന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഇങ്ങനെ വല്ലാത്തൊരു ധൈര്യവും വല്ലാത്തൊരു തവക്കുലുമാക്കി ജീവിച്ചപ്പോൾ നിങ്ങൾ നോക്ക്, ആ മരണത്തിന്റെ സമയം ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞതാണ്. തങ്ങളെ മുമ്പിൽ ഡോക്ടർമാരെ റിപ്പോർട്ടുമായി ഒരു രോഗി വന്നിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഇങ്ങനൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ തങ്ങൾ പറയും, ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, നിങ്ങൾ വെള്ളം കുടിച്ചോ, യാസീൻ ഓതിക്കോ, ബദരീങ്ങൾ ദ്വാരുന്നോ എന്നൊക്കെ പറയും. അങ്ങനെ ഡോക്ടർമാരെ സമീപനം തീരെ ഇഷ്ടപ്പെടാതെ ഡോക്ടർമാർ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ, പ്രസവത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുമ്പോ, പ്രസവം അള്ളാഹുവിന്റെ ഖളആൻ, ആ ഗർഭാശയത്തിൽ കുഞ്ഞിനെ നിക്ഷേപിച്ചവൻ അള്ളയാണ്, അതിനെ പ്രസവിപ്പിക്കുന്നവൻ അള്ളയാണെന്ന ഉറച്ച വിശ്വാസം നൽകി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാക്ക് നൽകിയ, സ്വാന്തനത്തിന്റെ വാക്ക് നൽകിയ അഭിമന്യരായ സയ്യിദ് കൂറത്ത് തങ്ങൾ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വന്യരായ തങ്ങളവർകള് അങ്ങനെ പലവർക്കും ധൈര്യം പകർന്നിട്ട് ഡോക്ടർമാരുടെ സമീപനം തീരെ ഇഷ്ടപ്പെടാതെ അഭിമന്യരായ സയ്യിദ് അവർകൾ, നിങ്ങൾ നോക്ക്, അവസാനം രോഗത്തിലായി ഒരു മണിക്കൂറെങ്കിലും ഹോസ്പിറ്റൽ കടന്നിരുന്നുവെങ്കിൽ ഇന്ന് യൂട്യൂബിന്റെ കാലമാണ്, പറയാൻ സുബ്ഹാനല്ലാഹ് പലതും ഉണ്ടാകുമായിരുന്നു. തങ്ങൾക്ക് അല്ലാഹുവിന്റെ തീരുമാനം, ഒരു സെക്കൻഡ് പോലും ഹോസ്പിറ്റലിൽ പോകാതെ സമയമെത്തുമ്പോ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ വീട്ടിൽ തന്നെ കടന്ന് മക്കളെ വിളിച്ച് കുടുംബത്തിനെ വിളിച്ച് ഞാൻ പോകുന്നു, എന്നെ കൂട്ടാൻ ആള് വരുന്നു, ഗൗസുൽ ആലമിന്റെ ഹളറത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ കടന്ന് അഭിമന്യരായ സയ്യിദ് അവർകൾ വഫാത്താകുകയാണ്. ചുരുക്കുന്നു സുഹൃത്തുക്കളെ, എന്നെ കാണാൻ സന്ദർശിക്കാൻ ആള് വരുന്നുണ്ടെന്ന് പറയുമ്പോ ആരും അത് യൂട്യൂബിൽ ട്രോളേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച മുഅ്മിനീങ്ങൾ അവർ നേരായ റൂട്ടിലങ്ങ് ജീവിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. അല്ലാമ ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞു, അല്ലാമ ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, ഇമാം സുയൂത്തി ദുർറുൽ മൻസൂരിൽ പറഞ്ഞു, ആ മരണമാസന്നമായ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക് 3 സമയത്ത് മലക്കുകൾ വരുന്നു. ഒന്ന് ഇൻദൽ മൗത്ത്, മരണസമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ, വഇൻദൽ ഖബരി, ഖബറിൽ കൊണ്ടുവച്ച നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ, വഇൻദൽ ഹിസാബി, വിചാരണ സമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ. അപ്പൊ സ്വാലിഹീങ്ങൾ മരിക്കുമ്പോൾ മലക്കുകൾ വരും. അത് കാണാനുള്ള പവർ മരണം അസന്നമാകലോടുകൂടെ മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുകയാൽ. സൽമാനുൽ ഫാരിസി തങ്ങൾ വഫാത്താകുമ്പോ മക്കളെ വിളിച്ചുകൊണ്ട്, മക്കളെ എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട്, ഫൈനലി അൽ ആന സുഫാർ, എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട്, ആ ഡോറ് തുറക്കൂ എന്ന് പറഞ്ഞത് അല്ലാമ ഇബ്നു ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരുടെ ഒട്ടനവധി സംഭവം, മരിക്കുന്ന സമയത്ത് ഡോറങ്ങ് തുറന്നു വെക്കൂ, എന്നെ കൂട്ടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇബ്നുൽ ജൗസി തങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഗൗസുൽ ആലമിന്റെ ഹളറത്തിൽ പോകുന്നെന്നല്ല പറഞ്ഞത്. അമ്മാർ ഇബ്നു യാസിർ എന്ന് പറയുന്ന സഹാബി വഫാത്തിന് വേണ്ടി കിടക്കുമ്പോ ദഅ ബിമാഇൻ, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഹളറത്തിലുള്ളവർ പാലങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ആ പാലങ്ങോട്ട് കുടിക്കുകയാണ് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ. എന്നിട്ട് പറയാൻ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറയുന്നു, ഫൈനി ഇന്നി അൽഖൽ ഹിബ്ബത മുഹമ്മദൻ വഹിസ്ബഹു, ഞാനിപ്പോൾ മുഹമ്മദ് നബിനെ കാണാൻ വേണ്ടി പോകുകയാൽ, അവിടുത്തെ അനുയായികളെ കാണാൻ വേണ്ടി പോകുകയാൽ. കണ്ടില്ലേ നിങ്ങൾ, വഫാത്തിന്റെ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോകുകയാൽ. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുകയാൽ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വഫാത്താകുമ്പോൾ തലേന്ന് വന്ന് റസൂലുള്ള പറയാണ്, ഇസ്ബിർ അലൽ ബലാ, ഉസ്മാൻ തങ്ങളെ ക്ഷമിച്ചോ, പേടിക്കണ്ട, നാളെ നമുക്ക് ഒന്നിച്ച് സ്വർഗ്ഗത്തിൽ നോമ്പ് തുറക്കാം. പിറ്റേ ദിവസം അതാ ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നു. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയ എത്ര മഹാന്മാരുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ മഹാനാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ മരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തങ്ങളെ ജീവിതകാലത്ത് സ്നേഹിച്ചതുപോലെ വഫാത്തിന്റെ ശേഷവും ഇൻഷാ അല്ലാഹ് അവിടുത്തെ പ്രശ്നത്തിന്റെ പരിഹാരമുണ്ടാകും. ഹളറത്തിൽ വന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലുള്ള ബന്ധം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് ഈ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ. നിരവധി സാദാത്യങ്ങൾ പേര് പറഞ്ഞാൽ നീണ്ടുപോകും. നിരവധി സാദാത്യങ്ങൾ അവർ
അവർക്കെല്ലാം നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റബ്ബേ. ഈ 40 ദിവസക്കാലം ഇവിടെ ഖത്തം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളുടെ നേതൃത്വം ഓതിയ പരിസരത്തുള്ള ദർസിലെ മുത്തഅല്ലിമീങ്ങൾ അതിനുവേണ്ടി സഹകരിച്ചവർ ഒരിക്കലും മറക്കാൻ കഴിയില്ല. നേരത്തെ സാദാത്ത് തങ്ങൾ പറഞ്ഞ ആ വീട്ടുകാർ സുബ്ഹാനല്ലാഹ്, ഞാൻ 2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചു, എത്രയായിരിക്കും ചെലവ്, തങ്ങൾ പോറ്റിയവരാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ആ വീട്ടുകാർ വന്നവർക്ക് മുഴുവനും ഭക്ഷണം. ഞങ്ങളൊന്നും പറയുന്നില്ല, തങ്ങൾ തന്നെ അവരെ കാര്യം ഏറ്റെടുക്കട്ടെ എന്ന് പറയാനുള്ളൂ, നമുക്കൊന്നും പറയാനില്ല. അല്ലാഹുവിനെ എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.